السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്തുൽ അലഖാണ്. രക്തപിണ്ഡം എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ നിന്നും ആദ്യം ഇറങ്ങിയ ഖുർആൻ വചനങ്ങൾ അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ അലഖ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതും ഇതോടനുബന്ധിച്ചാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് ആരാധനയിരിക്കുമ്പോൾ ഒരിക്കലതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് വരികയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇഖ്റ, ഓതൂ നബിയെ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാ അന ബിഖാരി, ഞാൻ ഓത്തറിയുന്ന ആളല്ല, എനിക്കോതാനറിയില്ല. അപ്പോൾ ജിബ്രീൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് നന്നായി കൂട്ടിപ്പിടിച്ചു വിട്ടു. വീണ്ടും പറഞ്ഞു, ഇഖ്റ, നബിയെ ഓതൂ. അപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരി, ഞാൻ ഓത്തറിയുന്ന ആളല്ല, എനിക്കോതാനറിയില്ല. ഇങ്ങനെ 3 തവണയ്ക്ക് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആനിൽ നിന്നും ആദ്യമായി അതാ ഇറങ്ങുന്നു 5 ആയത്തുകൾ. സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. അത് കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചു വിറച്ചു വീട്ടിലെത്തി. എന്നിട്ടതാ ഖദീജ ബീവിയോട് പറയുകയാണ്, സമ്മിലൂനിയ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ. അങ്ങനെ ഒരല്പം പേടിയൊക്കെ മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയും അവിടുന്ന് അഥവാ ഖദീജ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഖദീജ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പിതൃവ്യപുത്രനായ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരാളെ അടുത്തു കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്ന മാലാഖയാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു. പറഞ്ഞു വന്നത്, ലോകത്ത് പ്രകാശം പരത്താൻ വിശുദ്ധ ഖുർആനിൽ നിന്നും ആരംഭം കുറിച്ച ആദ്യത്തെ 5 ആയത്തുകൾ അടങ്ങിയ സൂറത്താണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൽ അലഖ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഖുർആൻ ഓതൂ എന്ന കൽപ്പനയാണ് ഈ സൂറത്തിലുള്ളത്. സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ചും പ്രത്യേകിച്ച് മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് പടച്ചതിനെ സംബന്ധിച്ച് വിവരിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ്. വിജ്ഞാനമെന്നത് മനുഷ്യന് വളരെ അത്യാവശ്യമാണ്. മതവിജ്ഞാനം നുകരൽ അതിപ്രധാനമാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, നോമ്പ്, ഹജ്ജ്, വൈവാഹിക ജീവിതം, കച്ചവടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. അനശ്വരമായ ജീവിതം, പാരത്രിക ജീവിതം, വായിക്കുക, പഠിക്കുക എന്നതൊക്കെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നത്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥൻ്റെ നാമം കൊണ്ട് ഓതൂ നബിയെ. ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അലഖ് നമുക്ക് പാരായണം ചെയ്തു പഠിക്കാം. 1-ാമത്തെ ആയത്ത്,
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒന്നാമത്തെ പദം ഇഖ്റ. ഈ പദത്തിലെ രണ്ടാമത്തെ ഹർഫ് ഖാഫാണ്. ഖാഫ് മൊഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സിഫത്ത് അഥവാ സ്വഭാവ വിശേഷണങ്ങളിൽപ്പെട്ട ഖൽഖല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സ്വഭാവ വിശേഷണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ഇവിടെ ഇഖ്റ എന്ന് ഖൽഖല എന്ന ആ സിഫത്ത് നൽകാതെ ഇഖ്റ എന്ന് ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. എന്നാൽ മറ്റു ചിലർ ഇഖ്റ അവസാനത്തെ ഹർഫായ ഹംസയിൽ ഖൽഖല കൊടുത്തുകൊണ്ട് ഇഖ്റ ബിസ്മി ഇങ്ങനെയും ഓതാറുണ്ട്. അങ്ങനെ ഹംസയിൽ ഖൽഖല കൊടുക്കാൻ പാടില്ല. കാരണം ഖൽഖല എന്ന് പറയുന്ന സിഫത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫുകൾ 5 ഹർഫുകളാണ്. ഖു, ത്, ബു, ജ, ദ്. ഈ ഹർഫുകൾക്ക് മാത്രമേ ആ സിഫത്ത് നൽകേണ്ടതുള്ളൂ. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിയായ രൂപം ഇഖ്റ ബിസ്മി, ഇഖ്റ ബിസ്മി ഇങ്ങനെയാണ് ഓതേണ്ടത്. മറ്റൊന്ന് ബിസ്മി എന്ന പദത്തിലെ സീനിൽ ബിസ്മി എന്ന് ചിലരൊക്കെ ഓതാറുണ്ട്. അതും പിഴവാണ്. സീനിൽ ഖൽഖല കൊടുക്കാൻ പാടില്ല. റബ്ബിക്കല്ലദീ ഖലഖ്. റബ്ബിക്കല്ലദീ, അല്ലദീ എന്ന പദം ദാലായി പോകാൻ പാടില്ല. ദാലായി അല്ലദീ എന്ന രൂപത്തിലുള്ള ഉച്ചാരണം പിഴവാണ്. അങ്ങനെ ഓതാൻ ഒരിക്കലും പാടില്ല. ഒരു ഹർഫ് മറ്റൊരു ഹർഫായി മാറിപ്പോകാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖ, ഖലഖ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ പദത്തിലെ ഒന്നാമത്തെ ഹർഫായ ഹാ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. തഫ്ഹീം എന്ന ആ ഒരു അവസ്ഥ കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത് ഹാ. എന്നാൽ രണ്ടാമത്തെ ഹർഫ് നേരിയതായ രൂപത്തിൽ അഥവാ തർക്കീഖ് എന്ന അവസ്ഥയിലുള്ള ഹർഫാണ്, അവസ്ഥയിലുമാണ് ഹ ല. മൂന്നാമത്തെ ഹർഫോ തടിപ്പിച്ചുകൊണ്ട് ആ. അപ്പോൾ ഈ 3 ഹർഫുകളും വിരുദ്ധ അവസ്ഥയിലാണ് വന്നത്. ഖലഖ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലരൊക്കെ ഹ ല എന്ന് ഓതാറുണ്ട്. ലാമിൽ ഒരൽപ്പം തഫീം തടിപ്പിക്കൽ കൊടുത്തുകൊണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അടുത്തായത് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖ തൊട്ടുമുമ്പുള്ള ആയത്തിൽ വിശദീകരിച്ചത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഖലഖ, ഖലഖൽ ഇൻസാന, അൽ ഇൻസാൻ. ഇവിടെ സാക്കിനാനൂന് ശേഷം സീനാണല്ലോ. പലരും ഇൻസാൻ ഈ രൂപത്തിൽ ഓതാറുണ്ട്. അത് പിഴവാണ്. ഇൻസാൻ ഇങ്ങനെ ഇഖ്ഫ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മിൻ ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലഖ് ഖാഫിൽ ഖൽഖല കൊടുക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മുമ്പുള്ള ആയത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചതാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അടുത്ത ആയത്ത് ഇഖ്റ വറബ്ബുകൽ അക്റം. ഇഖ്റ വറബ്ബുക, റാ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ അക്റം. ഈ ഒരു പദത്തിലെയും കാഫിൽ പലരും ഖൽഖല കൊടുത്തുകൊണ്ട് ഇഖ്റ വറബ്ബുകൽ അക്റം, അക്റം ഈ രൂപത്തിൽ ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. കാഫിൽ ഖൽഖല കൊടുക്കാൻ പാടില്ല. അക്റം. ഇഖ്റ വറബ്ബുകൽ അക്റം. അടുത്തായത്
അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലദീ എന്ന പദത്തിലെ ദാലായി പോകാൻ പാടില്ല. അല്ലം, ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലമ എന്ന് ഹംസയായി പോകാനൊന്നും ഒരിക്കലും പാടില്ല. ബിൽ ഖലം, ഖലം. ഇവിടെയുള്ള ഈ ഖാഫിനെ പലരും കലം എന്ന് കാഫായി ഉച്ചരിക്കാറുണ്ട്. അതും പിഴവ് തന്നെയാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം. അടുത്തായത് അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലം, പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ഇൻസാൻ മുമ്പ് സൂചിപ്പിച്ചതാണല്ലോ, ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. മാ ലം യഅലം, മാ ലം യഅലം ഇങ്ങനെ വെളിവാക്കിയാണ് ഓതേണ്ടത്. ചിലരൊക്കെ ഓതുന്നത് പോലെ മാ ലം യഅലം ഇങ്ങനെ ഓതരുത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അടുത്തായത് കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. കല്ലാ, നന്നായി മദ്ദ് ചെയ്യുക. മറ്റൊന്ന് ഇന്ന എന്ന പദത്തിൽ ഷദ്ദുള്ള നൂനായതിനാൽ നന്നായി മണിക്കുകയും അഥവാ ഉന്നത്ത് ചെയ്യുകയും ചെയ്യണം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. ഇവിടെയുള്ള ത്വാഇനെ താ ആക്കി ലയത്ഗാ എന്ന് ഓതാൻ പാടില്ല. മറ്റൊന്ന് ത്വാ ആണല്ലോ, അതിനാൽ അൽഖല അഥവാ ചലനശബ്ദം എന്ന ആ സിഫത്ത് കൊടുത്തുകൊണ്ടുമാണ് ഓതേണ്ടത്. ലയത്ഗാ. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. മറ്റൊന്ന് ലയത്ഗാ എന്ന പദത്തിൽ വഖഫ് ചെയ്തുകൊണ്ട് അഥവാ അവിടെ നിർത്തി ഓതുമ്പോൾ ചിലരൊക്കെ ലയത്ഗാ ഇങ്ങനെ ഓതാറുണ്ട്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. ഇങ്ങനെ കൂടുതൽ നീട്ടാൻ പാടില്ല. ഒരലിഫിൻ്റെ ഖദർ അഥവാ അസ്ലിയായ മദ് മാത്രമേ നീട്ടേണ്ടതുള്ളൂ അവിടെ വഖഫ് ചെയ്തുകൊണ്ട് ഓതുമ്പോൾ. അതെങ്ങനെയാണ്? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. ഇത്രയേ നീട്ടേണ്ടതുള്ളൂ. എന്നാൽ തൊട്ടടുത്ത പദവുമായി അഥവാ ശേഷമുള്ള ആയത്തിൻ്റെ കൂടെ ചേർത്തോതുമ്പോൾ നീട്ടിയോതണം. കാരണം എന്താണ്? ലയത്ഗാ, ഗൈനിന് ശേഷം അലിഫാണല്ലോ, മദ്ദിയായ അലിഫാണ്. ശേഷം പിന്നെ ഹംസ വന്നു. അർറആഹു എന്ന പദത്തിലെ ഹംസ വന്നു. അതിനാൽ മദ് ചെയ്തുകൊണ്ട് നീട്ടിയാണ് ഓതേണ്ടത്. അതെങ്ങനെയാണ്? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ. ഇങ്ങനെ ശേഷമുള്ള ആയത്തുമായി പദവുമായി ചേർത്തോതുമ്പോൾ നീട്ടിയോതുക. അടുത്ത ആയത്ത് അർറആഹു ഇസ്തഗ്നാ. അർറആഹു. ഇവിടെ ചിലരൊക്കെ അൻറആഹു എന്ന് ഓതാറുണ്ട്. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം റാ ആണല്ലോ വന്നത്. അങ്ങനെ സാക്കിനായ നൂനിന് ശേഷം ലാമോ റാവോ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന അഥവാ മണിക്കാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതിനാൽ ഇവിടെ നൂൻ ഉച്ചരിച്ചുകൊണ്ട് അൻറആഹു എന്നല്ല അർറ അർറ ഇങ്ങനെയാണ് ഓതേണ്ടത്. അർറആഹു. പിന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അർറ. ഇവിടെ ഷദ്ദുള്ള റാ ആയതിനാൽ പലരും അർറ എന്ന റായിനെ പിടപ്പിച്ചുകൊണ്ട് റ, ഇത് പിഴവാണ്. ഇങ്ങനെ ഒരിക്കലും ഓതാൻ പാടില്ല. റാ ആവർത്തിച്ചുകൊണ്ടുള്ള പിടപ്പിച്ചുകൊണ്ടുള്ള ഉച്ചാരണം തെറ്റാണ്, പിഴവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഇസ്തഗ്ന എന്ന പദത്തിലെ ഗൈനിൽ അല്പം കൽക്കല കൊടുത്തുകൊണ്ട് ഇസ്തഗ്ന ഇങ്ങനെയും ഓതരുത്. കൽക്കല കൊടുക്കാതെ
أرآه استغنى استغنى أرآه استغنى. അടുത്തായത് ഇന്ന ഇലാ റബ്ബിക റുജ്അ. ഇന്ന ഷദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കണം. ഇലാ റബ്ബിക റാഇനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അർറുജ്അ ഇവിടെയും റാ ഷദ്ദുള്ള സന്ദർഭമാണ്. തക്രീർ ആ പെടപ്പിക്കൽ ഉണ്ടാവാൻ പാടില്ല, പെടപ്പിക്കാതെയാണ് ഓതേണ്ടത്. മറ്റൊന്ന് റുജ്, ജീമിൽ ഖൽഖല കൊടുത്തുകൊണ്ട് റുജ്അ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇന്ന ഇലാ റബ്ബിക റുജ്അ. അടുത്തായത് അറഅയ്തല്ലദീ യൻഹാ. അറഅയ്ത അറ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ ഓതിയതുപോലെ ഓതണം. അറ അറ. ചിലരൊക്കെ ഇവിടെ അറ ഈ രൂപത്തിലുള്ള ഓത്ത് ഓതാറുണ്ട്. അങ്ങനെയല്ല, റാഇനെ തടിപ്പിച്ചുകൊണ്ട് അറ അറഅയ്തല്ലദീ. അല്ലദീ ദാലായി പോകാൻ പാടില്ല. മറ്റൊന്ന് യൻഹ എന്ന പദത്തിലെ ഹാം ശ്രദ്ധിക്കണം. യൻ ആ എന്ന് ഹംസയായി പോകാനൊന്നും പാടില്ല. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല. അബ്ദൻ ഐനായി തന്നെ ഉച്ചരിക്കണം. അബ് ബായിൽ ഖൽഖല കൊടുത്തുകൊണ്ട് അബ്ദൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇദാ സ്വല്ല. ഇദാ ദാലായി പോകാൻ പാടില്ല. പലരും ഇദാ സ്വല്ല എന്നൊക്കെ ഓതാറുണ്ട്, അത് പിഴവാണ്. മറ്റൊന്ന് സ്വാദിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതുമാണ്. സ്വാദിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സീനായി സല്ല എന്നായി പോകും. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ഹർഫ് മറ്റൊരു ഹർഫായി മാറിപ്പോകാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഓരോ ഹർഫിൻ്റെയും മഖ്റജും സിഫത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അബ്ദൻ ഇദാ സ്വല്ല. അടുത്തായത് അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. അറഅയ്ത ഇൻ കാന. ഇൻ കാന എന്നല്ല, നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ ഊനിൽ തൊട്ടുകൊണ്ട് ഇൻ കാന എന്നുള്ള ആ രൂപത്തിലുള്ള ഉച്ചാരണം ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമല്ല. ഇഖ്ഫാ, സാക്കിന നൂനിന് ശേഷം കാഫാണല്ലോ വന്നത്. ഇഖ്ഫാ ചെയ്തുകൊണ്ട് അഥവാ മണിച്ചുകൊണ്ട് ഇൻ കാന, നാവിൻ്റെ തല മുൻപല്ലിൻ്റെ ഊനിൽ തൊടാതെ ഇൻ കാന ഇങ്ങനെയാണ് ഓതേണ്ടത്. മറ്റൊന്ന് അലൽ ഹുദ. ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അൽ ഹുദ ഹാവും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായത് ഔ അമറ ബിത്തഖ്വ. ഔ അമറ റാ ബിത്തഖ്വ. ഖാഫാണ്, ഖാഫിൽ ഖൽഖല കൊടുക്കണം. ഔ അമറ ബിത്തഖ്വ. അടുത്തായത് അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അറഅയ്ത ഇൻ കദ്ദബ. അവിടെയും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇൻ കദ്ദബ എന്ന് ഓതാൻ പാടില്ല. ഇൻ കദ്ദബ. കദ്ദബ എന്ന പദത്തിലെ ദാലിനെ പലരും ദാലായി കദ്ദബ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തനി പിഴവാണ്. ദാലായി തന്നെ മൊഴിയണം. നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴെയറ്റം തൊട്ടുകൊണ്ടാണല്ലോ ദാൽ ഉച്ചരിക്കേണ്ടത്. അതാണല്ലോ ദാലിൻ്റെ മഖ്റജ്, മൊഴിയേണ്ട രൂപം. അങ്ങനെ തന്നെ ഉച്ചരിക്കണം. കദ്ദബ. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അടുത്തായത് അലം യഅലം ബിഅന്നല്ലാഹ യറാ. അലം യഅലം. ഇവിടെ പലരും അലം യഅലം എന്ന് ഓതാറുണ്ട്. അത് പിഴവാണ്. സാക്കിനായ മീമിന് ശേഷം യാ വന്നാൽ വെളിവാക്കിയാണ് ഓതേണ്ടത്, മണിക്കാതെ
വെളിവാക്കി ഉച്ചരിക്കണം. യഅലംബി യഅലംബി അവിടെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. യഅലംബി അന്ന ഷദ്ദുള്ള നൂനാണല്ലോ, ധാരാളം മണിക്കണം, നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ബി അന്നല്ലാഹ യറാ. അടുത്തായത് كلا لئن لم ينته لنسفعا بالناصية كلا لئن لم ينتهي. ഈ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ഇവിടെ ഓതാറുള്ളത് ലഇൻ ലം യന്തഹി എന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ, ലഇൻ ലം യന്തഹി, ആ പാരായണം തെറ്റാണ്. ലഇല്ലം, കാരണം മുമ്പ് സൂചിപ്പിച്ചുവല്ലോ, സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ ഇദ്ഗാം ബിലാഗുന്നയാണ് ചെയ്യേണ്ടത്. ആ നൂൻ വെളിവാക്കിയല്ല ഓതേണ്ടത്. ലഇല്ലം എന്ന് ഓതുമ്പോൾ സാക്കിനായ നൂനിനെ വെളിവാക്കിയാണല്ലോ ഓതുന്നത്. ആ ഓത്ത് പിഴവാണ്. ലഇല്ലം ലഇല്ലം യന്തഹി ലനസ്ഫഅ. യന്തഹി, ഇവിടെയും പലരും ലഇല്ലം യന്തഹി ലനസ്ഫഅ ഇങ്ങനെ ഓതാറുണ്ട്. യന്തഹി ലനസ്ഫഅ, ഇവിടെയുള്ള ഹായിനെ നീട്ടരുത്, നീട്ടാൻ പാടില്ല. ലം എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, മൊഴിഞ്ഞാൽ പിന്നെ യന്തഹി എന്നല്ല, യന്തഹി. ജസ്മിന് വേണ്ടി അവിടെയുള്ള യാഇനെ കളയേണ്ടതാണ്. അതിനാൽ ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. മറ്റൊന്ന് ലനസ്ഫഅൻ. ലനസ്ഫഅൻ, ഇവിടെ തൻവീന് ശേഷം ബാ ആണ് വന്നത്. അങ്ങനെ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ബാ വന്നാൽ നൂനിനെ അല്ലെങ്കിൽ തൻവീനെ മറിച്ചു മീമാക്കി ഉന്നത്തോടെയാണ് ഓതേണ്ടത്. ലനസ്ഫഅൻ ലനസ്ഫഅൻ ബി, ഇങ്ങനെയാണ് ഓതേണ്ടത്. ലനസ്ഫഅൻ ബിന്നാസിയ. ബിന്ന ഷദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കുകയും ചെയ്യണം. നാസിയ, സ്വാദ് സീനായി മാറിപ്പോകാനും പാടില്ല. കല്ലാ ലഇൻ ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. അടുത്തായത് നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. നാസിയത്തിൻ, സ്വാദ് സീനായി പോകാൻ പാടില്ല. മറ്റൊന്ന് നാസിയത്തിൻ ക, അവിടെ മണിക്കണം. കാദിബത്തിൻ ഖ, കാദിബത്തിൻ ഖ. ദാൽ ദാലായി പോകാൻ പാടില്ല. ഖ ഖ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാതി താവും പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ താ ആയി ഖാതി അതിൻ എന്നൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. ഖാതിഅ. അടുത്തായത് ഫൽയദ്ഉ നാദിയ. ഫൽയദ്ഉ, യദ് ദാലിൽ ഖൽഖല കൊടുക്കണം, യദ്ഉ എന്നല്ല. മറ്റൊന്ന് ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൽയദ്ഉ നാദിയ. നാദിയ. അടുത്തായത് സനദ്ഉ സബാനിയ. സനദ്ഉ സനദ്ഉ, ഇവിടെയും ദാലിൽ ഖൽഖല കൊടുത്തുകൊണ്ട് സനദ്ഉ ഇങ്ങനെയാണ് ഓതേണ്ടത്, അല്ലാതെ സനദ്ഉ എന്നല്ല. മറ്റൊന്ന് അസ്സബാനിയ, അവിടെയുള്ള സായിനും പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് സനദ്ഉ സബാനിയ, അതിൻ്റെ മുമ്പുള്ള ആയത്തായ ഫൽയദ്ഉ നാദിയ, അതിൻ്റെ തൊട്ട് മുമ്പുള്ള നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, അതിൻ്റെ മുമ്പുള്ള നാസിയ. ഇങ്ങനെയുള്ള പദത്തിലൊക്കെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഓതേണ്ടത്. നാസിയ, ഖാതിഅ, നാദിയ, സബാനിയ. എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഫൽയദ്ഉ നാദിയഹു എന്ന പദത്തിലല്ലാത്ത മറ്റുള്ള ഈ പദത്തിലൊക്കെ ചേർത്തോതുമ്പോൾ താ ആയുമാണ് ഓതേണ്ടത്. ബിന്നാസിയതി നാസിയതിൻ കാദിബ.
ഖാതിഅത്തിൻ ഫല്യദുഅ. ഇങ്ങനെ താ ആയിട്ടുമാണ് ഓതേണ്ടത്. അവസാനത്തെ ആയത്ത് കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. കല്ലാ ലാ തുതിഅഹു. തുതിഅഹു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു പദം ഉച്ചരിക്കുമ്പോൾ ഒരൽപ്പം പ്രയാസമുണ്ടെന്ന് തോന്നിയേക്കാം. ആവർത്തിച്ച് ഉച്ചരിച്ചാൽ മതി. കാരണം താ ആണ്, ശേഷം ത്വാഇന് കസ്റ് വന്നു, ശേഷം ഐൻ വന്നു. തുതിഅഹു തുതിഅഹു. ആദ്യത്തെ ആ താഇനെയും ത്വാവ് പോലെ ഉച്ചരിക്കാൻ പാടില്ല. തുതിഅഹു പലരും അങ്ങനെ ഓതാറുണ്ട്, അത് പിഴവാണ്. ആദ്യത്തെ ഹർഫ് താ ആണ്, രണ്ടാമത്തെ ഹർഫ് ത്വാ. കല്ലാ ലാ തുതിഅഹു ഇങ്ങനെയാണ് ഓതേണ്ടത്. മറ്റൊന്ന് ഐനിൽ അല്പം കൽക്കല കൊടുത്തുകൊണ്ട് ലാ തുതിഅഹു എന്ന് ചിലരൊക്കെ ഓതാറുണ്ട്, അതും പിഴവാണ്. കല്ലാ ലാ തുതിഅഹു വസ്ജുദ് ഇങ്ങനെയാണ് ഓതേണ്ടത്. മറ്റൊന്ന് തുതിഅഹു വസ്ജുദ് ചിലരൊക്കെ ഓതാറുണ്ട്, ഹാ ഇനി ഒരൽപ്പം നീട്ടേണ്ടതില്ല. കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. വസ്ജുദ് വസ്ജുദ് എന്ന പദത്തിലെ ദാലിൽ കൽക്കല കൊടുക്കണം. വഖ്തരിബ് ഖാഫിലും കൽക്കല കൊടുക്കണം. അവസാനത്തെ ഹർഫായ ബായിലും കൽക്കല കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മുസ്ഹഫിലേക്ക് നോക്കൂ. അവസാനത്തെ വഖ്തരിബ് എന്ന പദത്തിൽ അതാ ഒരു സുജൂദിൻ്റെ ഒരു അടയാളം കൊടുത്തതായി കാണാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുജൂദ് ചെയ്യൽ സുന്നത്താണെന്നത് തന്നെ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ ആയത്ത് ഒരാൾ ഓതിയാൽ അവനും ആ ഓതിയത് കേട്ടവനും സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. സുജൂദ് ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ പാലിക്കേണ്ട നിബന്ധനകളൊക്കെ പാലിക്കണം. അതായത് ശുദ്ധി ഉണ്ടായിരിക്കണം, വുളു ഉണ്ടായിരിക്കണം, ഔറത്ത് മറക്കണം, ഖിബിലക്ക് മുന്നിടണം. ഇത്തരത്തിലുള്ള ഷർത്തുകൾ, നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. നിസ്കാരത്തിൽ പിന്നെ പാലിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിസ്കാരത്തിൻ്റെ പുറത്ത് സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്റും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ ഈ സുജൂദ് ചെയ്യാത്ത ഒരാൾക്ക്, അങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള വ്യക്തിക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലലും പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. خلق الإنسان من علق. اقرأ وربك الأكرم. اقرأ وربك الأكرم. الذي علم بالقلم. الذي علم بالقلم. علم الإنسان ما لم يعلم. علم الإنسان ما لم يعلم. كلا إن الإنسان
الإنسان ليطغى كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب سبحان الله والحمد لله ولا إله إلا الله والله أكبر. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രൂപത്തിൽ അവൻ്റെ വിശുദ്ധ ഖുർആൻ ഓതാൻ, പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.